താറാവ്, കോഴി, കാട എന്നീ പക്ഷികളെ വളർത്തിയിരുന്ന കർഷകർക്ക് പക്ഷിപ്പനി മൂലം നഷ്ടം നേരിട്ടതിന്റെ നഷ്ടപരിഹാരത്തിൽ പിടിച്ചുവെച്ച തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടും വാക്സിൻ വിതരണം അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ടും ഐക്യ താറാവ് കർഷക സംഘം സമരത്തിലേക്ക്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പക്ഷിപ്പനി മൂലം നഷ്ടപ്പെട്ട കർഷകർക്ക് പിടിച്ചുവെച്ച നഷ്ടപരിഹാര തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വാക്സിൻ വിതരണം അടിയന്തരമായി നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യ താറാവ് കർഷക സംഘം സമരത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2023 നവംബർ, ഡിസംബർ മാസങ്ങളിലായി കള്ളിംഗ് നടത്തിയ ലക്ഷക്കണക്കിന് താറാവുകൾ, അത് താറാവുകൾ മാത്രമല്ല, കോഴിയുണ്ടായിരുന്നു, കാടയുണ്ടായിരുന്നു. ഈ മേഖലയിലുള്ള പക്ഷികളെ കള്ളിംഗ് നടത്തിയതിന് ശേഷം 2014 തീരുമാനിച്ച നഷ്ടപരിഹാരം, അത് 60 ദിവസത്തിൽ താഴെയുള്ളതിന് 100-ഉം 60 ദിവസത്തിന് മുകളിലുള്ളവർക്ക് 200-ഉം എന്നുള്ള കണക്കാണ്. അത് 2014 ഫിക്സ് ചെയ്തതാണ്. 2014 ശേഷം ഒത്തിരി വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ഫിക്സ് ചെയ്ത തുകയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മാറ്റമുണ്ടാകാതിരുന്നിട്ട് പോലും ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നൊരു ഘട്ടമെത്തിയപ്പോൾ, അത് ഈ കോമ്പൻസേഷൻ കൊടുത്തത് ഈ വർഷം ആദ്യമാണ്, ഫെബ്രുവരിയിലായിരുന്നല്ലേ? ഫെബ്രുവരിയിലായിരുന്നു. അന്ന് ഈ പറയുന്ന തുച്ഛമായ തുകയിൽ 12% തുക പിടിച്ചു വെച്ചതിന് ശേഷമാണ് ഗവൺമെൻറ് ഈ പാവപ്പെട്ട താറാവ് കർഷകർക്ക് തുക വിതരണം ചെയ്തത്. അപ്പോൾ മന്ത്രി നേരിട്ട് മാർച്ചിനുള്ളിൽ പിടിച്ചു വെച്ച 12% തുക കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൂടി നാളിതുവരെയായി ഈ തുക കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. പ്ലേഗും പാസ്റ്റലയും കാരണം ചത്തൊടുങ്ങുമ്പോഴും അതിന് ആവശ്യാനുസരണമായിട്ടുള്ള വാക്സിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പത്രസമ്മേളനം ആലപ്പുഴ ജില്ലാ ഐക്യ താറാവ് കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കേണ്ടി വന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഗവൺമെൻറ് പരിഹാരമുണ്ടാക്കുന്നില്ല എങ്കിൽ താറാവ് കർഷകരെ സംബന്ധിച്ച് ഈ ജില്ലാ ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് പോകാൻ നിർബന്ധിതരാകും. പക്ഷിപ്പനി മൂലം താറാവ്, കോഴി, കാട എന്നീ പക്ഷികളുടെ കള്ളിംഗ് 2023 നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടത്തിയിരുന്നു. 60 ദിവസം പ്രായമായ താറാവിന് 100 രൂപയും 60 ദിവസത്തിന് മുകളിൽ പ്രായമുള്ളവയ്ക്ക് 200 രൂപയുമാണ് 2014 നഷ്ടപരിഹാര തുകയായി തീരുമാനിച്ചിരുന്നത്. ഇതിനുശേഷം 11 വർഷം പിന്നിട്ടപ്പോഴും നഷ്ടപരിഹാര തുകയിൽ ഒരു വർധനവും വരുത്തുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, 2023 കള്ളിംഗ് നടത്തിയ താറാവുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ നഷ്ടപരിഹാരത്തിന്റെ 12% തുക പിടിച്ചുവെച്ചാണ് നൽകിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുക വിതരണം ആലപ്പുഴയിൽ നടത്തിയപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പിടിച്ചുവെച്ച 12% തുക 2025 മാർച്ചിൽ നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ നാളിതുവരെ താറാവ് കർഷകർക്ക് ആ തുക ലഭിച്ചിട്ടില്ല. പല പ്രാവശ്യം നിവേദനം വഴി ആവശ്യപ്പെട്ടിട്ടും ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ നേരിട്ട് മന്ത്രിയെ കണ്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. താറാവ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി വാക്സിൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ്. പാസ്റ്റർല, പ്ലേഗ് എന്നീ അസുഖങ്ങൾ ബാധിച്ച് ആയിരക്കണക്കിന് താറാവുകൾ ഓരോ വർഷവും ചത്തുപോകാറുണ്ട്. ഒരു പരിധിവരെ താറാവുകളെ സംരക്ഷിക്കുന്നത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വാക്സിൻ കൊണ്ടാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളിലായി വാക്സിൻ ലഭ്യമല്ല. ഈ വിഷയവും മന്ത്രിതലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഈ സാഹചര്യത്തിലാണ് സമരപരിപാടികളുമായി ഇറങ്ങാൻ തീരുമാനിച്ചതെന്നും ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. സെക്രട്ടറി കെ ഷാമുവൽ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജശേഖരൻ, മറ്റ് നേതാക്കളായ സന്തോഷ്, തുളസിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.